ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധാനം. പുസ്തകവായന. രചന ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ന്. പ്രസാധനം BSM ട്രസ്റ്റ്. വിതരണം ഡയലോഗ് സെന്റർ, കേരള. അധ്യായം 3. അനുഭവിച്ചറിയാൻ അവസരമേകുക. വിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി മൊഴിമാറ്റം നടത്തിയ ഇസ്ലാമിക പണ്ഡിതൻ മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താളാണ്. മധ്യപൂർവ്വദേശത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു പിക്താൾ. അവിടെ വെച്ചുണ്ടായ ഒരനുഭവമാണ് അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് നയിച്ചത്. ഒരു ദിവസം പിക്താൾ തന്റെ വീടിന്റെ മുകളിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടു മുന്നിലുള്ള വീട്ടിലേക്ക് ഒരു ഇടയ ബാലൻ കയറി വന്നു. വീട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അയാൾ ഇടയ ബാലനെ രൂക്ഷമായി ആക്ഷേപിച്ചു, പിന്നെ ശകാരിച്ചു, അവസാനം പ്രഹരിക്കുകയും ചെയ്തു. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ പ്രതികാരമൊന്നും ചെയ്തില്ല. കരുത്തനായ ആ യുവാവ് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ പിക്താളിന് വല്ലാത്ത വിസ്മയം തോന്നി. അദ്ദേഹം താഴെയിറങ്ങി ആ ഇടയ ബാലനെ അടുത്തേക്ക് വിളിച്ചു. തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളുടെ കാരണമന്വേഷിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അല്പം പണം കടം വാങ്ങിയിരുന്നു. നിശ്ചിത ദിവസം അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനാലാണ് അദ്ദേഹം എന്നെ ആക്ഷേപിക്കുകയും അടിക്കുകയും ചെയ്തത്, ഇടയ ബാലൻ അറിയിച്ചു. പണം തിരിച്ചു കൊടുത്താൽ തീരുന്നതല്ലേ പ്രശ്നം? താങ്കൾ അത് കൊടുക്കാൻ തയ്യാറുമാണ്. അവധി തെറ്റിയെന്നല്ലേയുള്ളൂ, അതിന് താങ്കൾ അയാളുടെ അടികൊള്ളണമോ? നിനക്ക് നല്ല കരുത്തില്ലേ? തിരിച്ചടിച്ചുകൂടായിരുന്നോ? പിക്താൾ ചോദിച്ചു. വാക്ക് ലംഘിക്കാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കരാർ തെറ്റിച്ചതിലൂടെ ഞാൻ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്നേക്കാൾ പ്രായമുള്ള അദ്ദേഹത്തെ തിരിച്ചടിച്ചാൽ മറ്റൊരു തെറ്റുകൂടി ചെയ്തവനായിത്തീരും. അങ്ങനെ കുറ്റവാളിയായി എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാനാവില്ല, ഇടയബാലൻ പറഞ്ഞു. ഈ മറുപടി പിക്താളിനെ കൂടുതൽ അത്ഭുതസ്തബ്ധനാക്കി. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച നിരക്ഷരനായ മുഹമ്മദിന്റെ വാക്കുകൾ ഈ ചെറുപ്പക്കാരനെ ഇത്രയേറെ സ്വാധീനിച്ചോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിസ്മയം. അങ്ങനെ അദ്ദേഹം പ്രവാചകനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ആ പഠനം പരിശുദ്ധ ഖുർആന്റെ പഠനത്തിലാണ് പര്യവസാനിച്ചത്. അതോടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. തുടർന്ന് ഖുർആൻ ആഴത്തിൽ പഠിച്ചു. പിന്നീട് അതിന് അതിമനോഹരമായ ഒരു ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ വായിച്ച് നേർവഴി പ്രാപിച്ചത്. അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് എത്തിച്ചതോ ഒരു ഇടയബാലന്റെ സ്വഭാവ മേന്മയും പെരുമാറ്റ നന്മയും. ലോറൻ ബൂത്ത്. സമീപകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരിൽ ഏറെ ശ്രദ്ധേയനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറുടെ ഭാര്യ സഹോദരി ലോറൻ ബൂത്ത്. അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു അവർ. തന്റെ ജോലിയുടെ ഭാഗമായി ലണ്ടനിലെ മെയിൽ ഓൺ സൺഡേ പത്രത്തിന്റെ ലേഖികയായി അവർ ഫലസ്തീനിലേക്ക് പോയി. യാത്രക്ക് മുമ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ ഭീകരവാദികളുടെ നാടാണ് അതെന്നായിരുന്നു. അതിനാൽ തികഞ്ഞ ഭയത്തോടെയും അസ്വസ്ഥതയോടെയുമാണ് അവർ ഫലസ്തീനിലേക്ക് പുറപ്പെട്ടത്. നിരപരാധികളെ ക്രൂരമായി കൊല്ലുക, ചാവേറുകളായി സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുക, റോഡുകളിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുക പോലുള്ള അതിക്രൂരമായ ഹിംസ ചെയ്യുന്ന കുറ്റവാളികളുടെ നാടാണ് ഫലസ്തീൻ എന്നാണ് അവർ ധരിച്ചു വച്ചിരുന്നത്. അങ്ങനെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പടിഞ്ഞാറേക്കരയിൽ അവർ വിമാനമിറങ്ങി. എന്നാൽ അവർക്ക് യാത്രാ സാമഗ്രികൾ വിട്ടുകിട്ടിയില്ല. ലോറൻ ബൂത്ത് റാമല്ലയിലൂടെ നടക്കാൻ തുടങ്ങി. നല്ല തണുപ്പുള്ള കാലമായിരുന്നു അത്. പെട്ടെന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീ അവരുടെ കൈക്ക് പിടിച്ചു വലിച്ചു. ആ സ്ത്രീ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ലോറൻ ബൂത്ത് വിചാരിച്ചത് തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല. ലോറൻ ബൂത്തിന് അറബിയും അറിയില്ലായിരുന്നു. അതിനാൽ ആശയവിനിമയം സാധ്യമായില്ല. വീട്ടിലെത്തിയ ഉടനെ ആ സ്ത്രീ അവർക്ക് ചുടുകാപ്പിയും പലഹാരങ്ങളും നൽകി. തുടർന്ന് അകത്തുപോയി മകളുടെ സ്വെറ്റർ എടുത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് അവർ ലോറൻ ബൂത്തിനെ പുതപ്പിച്ചു.
പിന്നീട് അവരെ കൊണ്ടുവന്ന അതേ സ്ഥലത്ത് തിരിച്ചു കൊണ്ടുപോയാക്കി. ഇതേക്കുറിച്ച് ലോറൻ ബൂത്ത് പറഞ്ഞത് തന്റെ ആദ്യത്തെ ഫലസ്തീനിയൻ ഇസ്ലാമിക അനുഭവമെന്നാണ്. ഫലസ്തീനിൽ കഴിച്ചുകൂട്ടിയ 3 വർഷം തനിക്കുണ്ടായ ഇത്തരം അനേകം അനുഭവങ്ങളാണ് അവരെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ആ പഠനമാണ് അവരെ നേർവഴിയിൽ എത്തിച്ചത്. അങ്ങനെ 2010 അവർ സന്മാർഗം സ്വീകരിച്ചു. അമ്മയും മക്കളും അവരുടെ ഇസ്ലാം സ്വീകരണത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. യുവാൻ റിഡ്ലി ബ്രിട്ടീഷ് പത്രപ്രവർത്തകയായിരുന്നു. ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധതയും പുരുഷ മേധാവിത്വവും നേരിൽ കണ്ടുപഠിക്കാനാണ് അവർ 2001 അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. പാസ്പോർട്ടോ വിസയോ ഉണ്ടായിരുന്നില്ല. പർദ്ദ ധരിച്ച് വേഷപ്രച്ഛന്നയായാണ് യാത്ര ചെയ്തത്. ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ അവർ താലിബാൻകാരുടെ പിടിയിൽപ്പെട്ടു. 13 ദിവസം അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയേണ്ടി വന്നു. എന്നാൽ അവരെ പിടികൂടിയപ്പോഴും തടവു ജീവിതകാലത്തും വളരെ മാന്യമായാണ് താലിബാൻകാർ അവരോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ അവരുടെ സമീപനത്തിൽ ആകൃഷ്ടയായ യുവാൻ റിഡ്ലി ഖുർആന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാൻ സന്നദ്ധയായി. അങ്ങനെ അത് വായിക്കാമെന്ന നിബന്ധനയോടെ താലിബാൻകാർ അവരെ മോചിപ്പിച്ചു. നാട്ടിലെത്തിയ യുവാൻ റിഡ്ലി ഖുർആൻ തുറന്നപ്പോൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് അൻ-നിസാ എന്ന 4-ാം അധ്യായമാണ്. പുരുഷ മേധാവിത്വത്തിന്റെ മതമായ ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തിൽ സ്ത്രീയെക്കുറിച്ച് ഒരധ്യായമോ, എങ്കിൽ പുരുഷന്മാരെക്കുറിച്ച് എത്ര അധ്യായമുണ്ടാകുമെന്ന് അവർ ആലോചിച്ചു. തുടർന്ന് 114 അധ്യായങ്ങൾ പരിശോധിച്ചു. എന്നാൽ പുരുഷനെ സംബന്ധിച്ച ഒരു അധ്യായവും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതുണ്ടാക്കിയ വിസ്മയത്തോടെയാണ് അവർ വായന ആരംഭിച്ചത്. പഠനം മുന്നോട്ടു പോയതോടെ അവർ ഇസ്ലാമിൽ ആകൃഷ്ടയായി. അങ്ങനെ സന്മാർഗം സ്വീകരിച്ച യുവാൻ റിഡ്ലി ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ ഇസ്ലാമിക പത്രപ്രവർത്തകയാണ്. അവരെ ഇസ്ലാം പഠനത്തിന് പ്രേരിപ്പിച്ചത് താലിബാൻകാരിൽ നിന്നുണ്ടായ മികച്ച പെരുമാറ്റവും ഉത്തമ സ്വഭാവവുമാണ്. ഇതോടൊപ്പം ഖുർആൻ സമർപ്പിക്കുന്ന സമഗ്രമായ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സവിശേഷതകളും, പ്രത്യേകിച്ചും സ്ത്രീകളോടുള്ള അതിന്റെ ഉദാരമായ സമീപനങ്ങൾ. മുറാദ് ഹോഫ്മാൻ. ഡോക്ടർ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ ലോക പ്രശസ്ത ജർമ്മൻ ഡിപ്ലോമാറ്റാണ്. അൾജീരിയൻ ജീവിതകാലത്തുണ്ടായ ഇസ്ലാം അനുഭവങ്ങളാണ് അദ്ദേഹത്തെ സത്യാന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. അൾജീരിയൻ വിമോചന സമരത്തിന്റെ അനന്തരഫലങ്ങൾ നേരിൽ കാണാനും അനുഭവിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1987 മുതൽ 1990 വരെ അൾജീരിയയിലെ അംബാസഡറായിരുന്നു. 90 മുതൽ 94 വരെ മൊറോക്കോയിലെ അംബാസഡറും. അൾജീരിയയിലായിരിക്കെ അവിടുത്തുകാരുടെ യൂറോപ്പിനോടും യൂറോപ്പുകാരോടുമുള്ള വിരോധം വളരെ വ്യക്തവും ശക്തവുമായിരുന്നു. എന്നിട്ടും തന്നോട് കാണിച്ച ഉയർന്ന മാനവിക സമീപനമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അൾജീരിയയിലായിരിക്കെ ഭാര്യയ്ക്ക് രോഗമായി. സമയം അർദ്ധരാത്രിയായിരുന്നു. ആശുപത്രിയിലേക്ക് എടുക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു ചെറുപ്പക്കാരൻ സഹായത്തിനെത്തി. അദ്ദേഹം അവരെ ആശുപത്രിയിലെത്തിച്ചു. ഭാര്യയെ പരിശോധിച്ച ഡോക്ടർ രക്തം വേണമെന്ന് ആവശ്യപ്പെട്ടു. വിദേശിയായ തനിക്ക് എങ്ങനെ രക്തം കിട്ടുമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ ആ ചെറുപ്പക്കാരൻ തന്നെ സഹായത്തിനെത്തി. പ്രതിഫലം നൽകിയപ്പോൾ അദ്ദേഹം ഹോഫ്മാനോട് പറഞ്ഞത്, ഇത് എൻ്റെ ഇസ്ലാമിക ബാധ്യതയാണ് എന്നാണ്. ഇതുപോലുള്ള അനുഭവങ്ങളും അൾജീരിയൻ ജനതയുടെ ധീരതയും മരണഭയമില്ലായ്മയും ഹോഫ്മാനെ ആകർഷിച്ച ഘടകങ്ങളാണ്. മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിക കലയും മുറാദ് ഹോഫ്മാനെ സത്യപാതയിലേക്ക് നയിക്കുന്നതിൽ അനൽപമായ പങ്കുവഹിച്ചു. ജേർണി ടു മക്ക, ഇസ്ലാം ദ ആൾട്ടർനേറ്റീവ് തുടങ്ങി ശ്രദ്ധേയങ്ങളായ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഡോക്ടർ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ. ഇപ്പോൾ തുർക്കിയിലെ ഇസ്തംബൂളിൽ താമസിക്കുന്നു. അഡിയാറിന്റെ മനം മാറ്റം. 1975 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ DMK നേതാവായിരുന്ന അഡിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും DMKയെ വളർത്തി ശക്തിപ്പെടുത്തിയ നേതാവാണ് അഡിയാർ. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 120 നോവലും 13 നാടകങ്ങളും മറ്റു 13 പുസ്തകങ്ങളും എഴുതിയ പ്രഗത്ഭനായ സാഹിത്യകാരനാണ് അദ്ദേഹം. 1982 കലൈ മാമുനി അവാർഡ് ലഭിച്ചു. ദൈവവിശ്വാസിയല്ലാതിരുന്ന അഡിയാറിന്റെ ജയിൽ കൂട്ടുകാരൻ സലീം എന്ന ചെറുപ്പക്കാരനായിരുന്നു.
ആ യുവാവിന്റെ സ്വഭാവ നന്മയും പെരുമാറ്റ മേന്മയും ജീവിത വിശുദ്ധിയും സേവന സന്നദ്ധതയും അടിയാറിനെ അതിയായി ആകർഷിച്ചു. അതിനാലാണ് സലീം പാരായണം ചെയ്തിരുന്ന ഖുർആൻ പരിഭാഷയിൽ അടിയാറിന് താല്പര്യമുണ്ടായതും അത് വായിക്കാനിടയായതും. അതിൽ ആകൃഷ്ടനായ അദ്ദേഹം 1987 ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ച അടിയാർ പിന്നീട് 96 സെപ്റ്റംബർ 19 പരലോകം പ്രാപിക്കും മുമ്പേ ഇസ്ലാമിനെ സംബന്ധിച്ച് 12 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. സലീം എന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവ മഹിമയാണ് ആ പ്രതിഭാശാലിയെ സന്മാർഗത്തിലേക്ക് നയിച്ചത്. ചേർത്തു നിർത്തുന്നവർ. പ്രവാചകന്റെ ആദ്യ അനുയായിയായി മാറാൻ ഭാഗ്യം ലഭിച്ച പ്രിയ പത്നി ഖദീജ ബീവിയെ ഏറെ സ്വാധീനിക്കുകയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ചെയ്തത് പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകളാണല്ലോ. ഹിറാ ഗുഹയിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിച്ച് വീട്ടിലെത്തിയ നബി തിരുമേനിയെ അള്ളാഹു അദ്ദേഹത്തെ കൈവെടിയുകയില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിന് അവർ പറഞ്ഞ കാരണം അദ്ദേഹം വീട്ടിൽ നിന്ന് ഏറെ ദൂരെ മലമുകളിൽ ഏകാന്ത ധ്യാനമനുഷ്ഠിക്കുന്നുവെന്നോ പ്രാർത്ഥനകളും കീർത്തനങ്ങളും നടത്തുന്നുവെന്നോ അല്ല, മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ഉയർന്ന സ്വഭാവ ഗുണങ്ങളാണ്. അവർ പറഞ്ഞു, അള്ളാഹു ഒരിക്കലും അങ്ങയെ അപമാനിക്കില്ല, കഷ്ടപ്പെടുത്തുകയില്ല. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു, സത്യം മാത്രം പറയുന്നു, അശരണരെ സഹായിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, സത്യത്തിന്റെ വിജയത്തിനായി പണിയെടുക്കുന്നു, ഒരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാം നല്ലതിനായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പ്രവാചകന്റെ കാലം തൊട്ടിന്നോളം ഇസ്ലാമിന്റെ വ്യാപനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചത് മുസ്ലിം സമൂഹത്തിന്റെ ജീവിത മാതൃകകളാണ്. എല്ലാ കാലത്തും എവിടെയും ഇതുതന്നെയാണ് അനുഭവം. ഭാഷ പോലും മനുഷ്യബന്ധങ്ങൾ രൂപപ്പെടുന്നതിനും ആശയദർശനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും സത്യപ്രബോധനത്തിനും ഒട്ടും തടസ്സമല്ലെന്നതാണ് കേരളീയ അനുഭവം. അറബ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന കച്ചവടക്കാർക്ക് മലയാളം അറിയുമായിരുന്നില്ല, ഇവിടത്തുകാർക്ക് അറബിയും അറിയില്ലായിരുന്നു. എന്നിട്ടും ഇന്നാട്ടുകാർ ഇസ്ലാം സ്വീകരിച്ചത് അറബികളായ മുസ്ലിങ്ങളെ അനുഭവിച്ചറിഞ്ഞതിലൂടെയാണ്. ശരിയായ മുസ്ലിം ജീവിതത്തെ അനുഭവിച്ചറിയുന്നവർ ആദർശമാറ്റത്തിന് വിധേയമായാലും ഇല്ലെങ്കിലും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഒട്ടും ശത്രുതയില്ലാത്ത അവസ്ഥയിലെത്തും. ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങളുണ്ട്. എല്ലാ രാജ്യത്തെയും കാലത്തെയും ചരിത്രത്തിലും സമകാലീന സമൂഹത്തിലും. ശത്രുക്കളുടെ എതിർപ്പ് താങ്ങാനാവാതെ നാടുവിടാൻ ഒരുങ്ങിയ അബൂബക്കർ സിദ്ദീഖിനോട് ശത്രുക്കളുടെ ഗോത്രത്തലവനായ ഇബ്നു ദുഗ്ന പറഞ്ഞതിങ്ങനെ: താങ്കൾ നാടുവിടരുത്, താങ്കളെ പറഞ്ഞയക്കുകയുമരുത്. കാരണം താങ്കൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നു, കടക്കാരെ തുണക്കുന്നു, അവശർക്ക് ആശ്വാസമേകുന്നു, നിരാലംബർക്ക് അഭയം നൽകുന്നു. ഇസ്ലാമിന്റെ നന്മ മുസ്ലിം ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുന്ന മഹത് വ്യക്തികൾ ഉൾപ്പെടെ ഏവരും മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്തു നിർത്തുകയും ചെയ്യും. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാവും അഖിലേന്ത്യാ അധ്യക്ഷനുമായിരുന്ന രാജഗോപാലാചാരി മുസ്ലിം സമൂഹത്തോട് ഏറെ ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാൻ കാരണം ഒരു മുസ്ലിം ശിപായിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരനുഭവമാണ്. രാജാജി കട്ടക്കിൽ ഗവർണറുടെ ബംഗ്ലാവിൽ താമസിക്കവേ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ശിപായിയുടെ ജീവിത രീതി അദ്ദേഹത്തെ ഹഠാതാകർഷിച്ചു. തികഞ്ഞ മതനിഷ്ഠ പുലർത്തിയ ആ ശിപായിയെ അടുത്തറിഞ്ഞ രാജാജി അക്കാരണത്താൽ മാത്രം സ്വരാജ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ മുസ്ലിങ്ങൾ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിനെ ഏറെ പ്രശംസിച്ച് ലേഖനമെഴുതി. പ്രശസ്ത നിയമജ്ഞനും കോൺഗ്രസ് നേതാവുമായിരുന്ന CR ദാസിനെ അഗാധമായി സ്വാധീനിക്കാൻ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ വിശുദ്ധി വഴിതെളിച്ചതായി തമിഴ്നാട്ടിലെ പ്രമുഖ ഇസ്ലാമിക പ്രവർത്തകനായിരുന്ന MA ജമീൽ അഹമ്മദ് തന്റെ പ്രബോധനാനുഭവങ്ങളിൽ വിശദീകരിക്കുന്നു. അദ്ദേഹം തന്നെ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീറായിരുന്ന സിറാജുൽ ഹസൻ സാഹിബിന്റെ ഒരു അനുഭവം ഇങ്ങനെ വിശദീകരിക്കുന്നു. ഒരിക്കൽ സിറാജുൽ ഹസൻ സാഹിബ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രാധിപരും RSS ചിന്തകനുമായ ഗിരിലാൽ ജെയിനിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ജൂൺ മാസമായതിനാൽ കഠിനമായ ചൂടുണ്ടായിരുന്നു. ഗിരിലാലിന്റെ പേരക്കുട്ടിയോട് സിറാജുൽ ഹസൻ സാഹിബ് അല്പം വെള്ളം ആവശ്യപ്പെട്ടു. അത് കൊണ്ടുവന്നു കൊടുത്ത കുട്ടിയോട് വെള്ളം കുടിച്ച ഉടനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നും ഇങ്ങനെ പ്രസന്നവതിയായിരിക്കാൻ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നീട് സിറാജുൽ ഹസൻ സാഹിബും ഗിരിലാലും സംഭാഷണത്തിലേർപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ആ ബാലികയുടെ അമ്മ
ഒരു വലിയ തളികയിൽ മധുര പലഹാരങ്ങളും പാലും കൊണ്ടുവന്നു. അത് സിറാജുൽ ഹസൻ സാഹിബിന്റെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞു, ഇത് താങ്കൾക്ക് തരണമെന്ന് എൻ്റെ മകൾക്ക് വലിയ നിർബന്ധം. അവൾ പറയുകയാണ്, അപ്പൂപ്പനെ കാണാൻ എന്നും പലരും വരാറുണ്ട്, എന്നാൽ ഇന്നേ വരെ അവരിലാരും എന്നെ ആശീർവദിച്ചിട്ടില്ല. ഇന്ന് ഒരു മഹാൻ വന്നിരിക്കുന്നു. നീ എന്നും പ്രസന്നവതിയായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് കേട്ട സിറാജുൽ ഹസൻ സാഹിബും പറഞ്ഞു, ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ അയാളെ അഭിനന്ദിക്കുക, അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് മുഹമ്മദ് നബിയുടെ അധ്യാപനമാണ്. ഇടശ്ശേരിയിലെ ഇസ്ലാമിലെ വൻ മലയെഴുതാൻ പ്രേരിതനാക്കിയത് ചെറുപ്പകാലത്ത് കുഞ്ഞലവിയിലൂടെ ഉണ്ടായ മധുരമായ അനുഭവമാണല്ലോ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നാം നിസ്സാരമെന്ന് കരുതുന്നു. ചെറിയ അനുഭവങ്ങൾ പോലും മനുഷ്യരെ വളരെയേറെ സ്വാധീനിച്ചേക്കാം. യഥാർത്ഥ പ്രതി അജ്ഞതയാണ്. ഒരു ദിവസം ചിരകാല സുഹൃത്തായ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന വാഴക്കാട് സ്വദേശി അലി അഷ്റഫ് ഓഫീസിൽ വന്നു. കൂടെ തന്റെ മകൾ ഹന അഷ്റഫും ഉണ്ടായിരുന്നു. അവളുടെ വിവാഹത്തിന് ക്ഷണിക്കലായിരുന്നു ലക്ഷ്യം. ഹന ഡൽഹിയിലെ കമല നെഹ്റു കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ്. താമസിക്കുന്നത് ഡൽഹി റോയൽ ഗേൾസ് PG ഹോസ്റ്റലിലാണ്. 30 വിദ്യാർത്ഥിനികളാണ് അവിടെ അന്തേവാസികളായിട്ടുള്ളത്. അക്കൂട്ടത്തിലെ ഏക മുസ്ലിം വിദ്യാർത്ഥിനിയാണ് ഹന അഷ്റഫ്. ആ ഹോസ്റ്റലിൽ നേരത്തെ മുസ്ലിം വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക വസ്ത്രധാരണവും ആരാധനാനുഷ്ഠാനങ്ങളും സ്വഭാവചര്യകളും കൃത്യമായി അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഹന. അവിടുത്തെ വിദ്യാർത്ഥിനികളിൽ ആദ്യമായി ഒരു മുസ്ലിമിനോട് സംസാരിക്കുന്നത് ഹനയോടാണെന്ന് ചിലരെങ്കിലും പറയുകയുണ്ടായി. നേരത്തെ ഒരൊറ്റ മുസ്ലിമുമായി ഇടപഴകാനോ സംസാരിക്കാനോ അവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല. വംശീയ വിവേചനമോ വർഗീയ വിദ്വേഷമോ ഒരു വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്നും ഇന്നോളം ഉണ്ടായിട്ടില്ലെന്ന ഹനയുടെ വാക്കുകൾ എന്നിൽ വിസ്മയമുണർത്തി. നമസ്കരിക്കുമ്പോൾ റൂമിലെ കുട്ടികൾ സംസാരം നിർത്തി നിശബ്ദരാവുകയും കിടക്കുന്നവർ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. ആദ്യത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. നമസ്കരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞതിനാലാണ് അത് നിർത്തിയത്. ആരും അല്പം പോലും അസ്ക്യത കാണിക്കാറില്ല. ക്ഷേത്രങ്ങളിൽ പോയി ആരാധനകൾ നിർവഹിക്കുന്ന ഹിന്ദുമത വിശ്വാസിനികളും വിശ്വാസിനികളല്ലാത്ത ഫെമിനിസ്റ്റുകളും അക്കൂട്ടത്തിലുണ്ട്. അവരെല്ലാം റമദാനിൽ നോമ്പെടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. വിശപ്പും ദാഹവും സഹിച്ച് വ്രതമെടുക്കുമ്പോൾ അനുകമ്പ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാമിനെയും അതിന്റെ ആരാധനാനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ചോദിച്ചറിയുന്നവരും കുറവല്ല. എന്നാൽ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കാഫിറുകളാണെന്നും ഇസ്ലാം അവരെ കൊല്ലാൻ കൽപ്പിക്കുന്നുണ്ടെന്നും ധരിച്ചു വച്ചിരുന്നവരും അവരിലുണ്ടായിരുന്നു. മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കാഫിറുകളാണെന്ന് കരുതുന്നവരാണല്ലോ മുസ്ലിങ്ങളിൽ പോലും പലരും. അത് തിരുത്താനുള്ള ശ്രമം മതപണ്ഡിതന്മാർ നടത്താറുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കാഫിറുകൾ വളരെ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. ഇസ്ലാമിനെ ശരിയാം വിധം മനസ്സിലാക്കിയ ശേഷം ബോധപൂർവം നിഷേധിക്കുന്നവർ മാത്രമാണ് കാഫിറുകൾ. സത്യപ്രബോധകർക്ക് അവരോടൊന്നും പറയാനില്ല. അതിനാൽ സത്യനിഷേധികളെ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിൽ ഒരിടത്തേയുള്ളൂ. അത് സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വേർപിരിയലിന്റെ വർത്തമാനമാണ്. വിശുദ്ധ ഖുർആൻ 109 അധ്യായം 1 മുതൽ 6 വരെയുള്ള സൂക്തങ്ങൾ. സത്യത്തെ നിഷേധിച്ചവരെ യാ അയ്യുഹല്ലദീന കഫറു എന്നും ഖുർആനിൽ ഒരിടത്തേയുള്ളൂ. അത് പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംബോധനയെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ 66 അധ്യായം 7 സൂക്തം. അതോടൊപ്പം കാഫിറുകളെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്നുമില്ല. അനുഭവിച്ചറിയട്ടെ. ന്യൂസിലാൻഡിലെ മുസ്ലിം ജനസംഖ്യ 10,000-ൽ 1. എന്നിട്ടും ക്രൈസ്റ്റ് ചർച്ച് പട്ടണത്തിലെ അന്നൂർ ലിൻവുഡ് പള്ളിയിൽ ഒരു കൊടും ഭീകരൻ 50 പേരെ ക്രൂരമായി വെടിവെച്ചു കൊന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ജസീന്ത ആർഡേർ അന്നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ചേർത്തു നിർത്തുകയുണ്ടായി. വധിക്കപ്പെട്ടവരെല്ലാം അവിടെ കുടിയേറിപ്പാർത്ത വിദേശികളായിരുന്നിട്ടും അവർ അവരെക്കുറിച്ച് പറഞ്ഞത് നാം ഒന്നാണ്, അവർ നാം തന്നെ എന്നാണ്. രക്തസാക്ഷികളായ വിശ്വാസികളുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ആശ്വസിപ്പിക്കാൻ അവർ എത്തിയത് ഹിജാബ് ധരിച്ചാണ്. അതേ തുടർന്ന് നടന്ന പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് അന്നൂർ മസ്ജിദിലെ ഇമാമിന്റെ ഖുർആൻ പാരായണത്തോടെയാണ്. ജസീന്ത തന്റെ പ്രസംഗം തുടങ്ങിയത് സലാം ചൊല്ലിയും. തൊട്ടടുത്ത വെള്ളിയാഴ്ച അവിടുത്തെ പ്രമുഖ പത്രമായ ദ പ്രസ് പുറത്തിറങ്ങിയത് മുൻ പേജിൽ അറബിയിൽ സലാം എന്ന് മാത്രം എഴുതിയാണ്.
അന്ന് അന്നൂർ മസ്ജിദിനോട് ചേർന്നുള്ള മൈതാനിയിൽ നടന്ന ജുമുഅ പ്രാർത്ഥന ശ്രദ്ധിക്കാനും അതിൽ പങ്കാളികളാകാനും പ്രധാനമന്ത്രി ഉൾപ്പെടെ തദ്ദേശീയരായ വലിയ ആൾക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. ന്യൂസിലാൻഡ് ജനത മുസ്ലിങ്ങളിലൂടെ ഇസ്ലാമിന്റെ നന്മയും മേന്മയും തിരിച്ചറിഞ്ഞതിനാലാണ് അവർ മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിന്നതും അവരെ ചേർത്തു നിർത്തിയതും. ന്യൂസിലാൻഡിലെ ഈ കൂട്ടക്കുരുതിയെ തുടർന്ന് സമ്മേളിച്ച കനേഡിയൻ പാർലമെന്റിൽ അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഹൃദയസ്പൃക്കായ പ്രസംഗവും അന്നാട്ടിലെ മുസ്ലിം സാന്നിധ്യത്തിന്റെ നന്മ എടുത്തുപറയുന്നതും അവരെ ചേർത്തു നിർത്തുന്നതുമായിരുന്നു. ഇതിനവരെ പ്രേരിപ്പിച്ചതും മുസ്ലിങ്ങളിലൂടെ ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞതു തന്നെ. അതുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളുമായി പരമാവധി അടുക്കുവാനും അങ്ങനെ അവർക്ക് ഇസ്ലാമിനെ അനുഭവിച്ചറിയാനും അവസരമൊരുക്കാൻ ഏവരും ബാധ്യസ്ഥരാണ്. ഇസ്ലാമിന്റെ മികച്ച പ്രതിനിധാനം എന്നതുപോലെ തന്നെ സാമുദായിക ധ്രുവീകരണവും വർഗീയവൽക്കരണവും തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗവും അതുതന്നെ. നന്ദി.